പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, വ്യാഴമാറ്റം മെയ് 1 മുതൽ മീനം രാശിക്കാർക്ക് എപ്രകാരം എന്ന ഒരു ജിജ്ഞാസയിലാണ് എൻ്റെ പ്രേക്ഷകർ ഇരിക്കുന്നത് എന്നെനിക്കറിയാം. ഇവിടെ വ്യാഴമാറ്റം നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് എന്താണ് മീനം രാശി? പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പിന്നെ മുഴുനാളുകളായ ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ ചേർന്നതാകുന്നു മീനം രാശി. അധികവും മീനം രാശിക്കാർ ഇതിൻ്റെ ചിഹ്നം തന്നെ 2 മത്സ്യങ്ങളാണ്. സമുദ്രം, ജലാശയം, ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, വിദേശയാത്ര, ഇതൊക്കെ മീനം രാശിക്കാർക്ക് പറഞ്ഞിട്ടുള്ള തൊഴിലുകളാണ്. മീനം രാശിക്കാർ ഉയർന്ന നാസിക ഉള്ളവരായിരിക്കും, ബുദ്ധിമാന്മാരായിരിക്കും, ആധ്യാത്മികമായ വിഷയങ്ങളിൽ തൽപരരും വ്യാപൃതരുമായിരിക്കും. ധാരവാസ അനുരക്ത, നല്ല വസ്ത്രത്തിലും ഭാര്യയിലും അനുരാഗത്തോട് കൂടിയവരായിരിക്കും ഇവർ. ഇത് ഒരു രാശിയുടെ സ്വാഭാവികമായ ഫലങ്ങളാണ്. അതിൽ പല ഗ്രഹങ്ങളും മാറ്റങ്ങളും വരുമ്പോഴാണ് അനുഭവങ്ങൾ വിപരീതവും അനുകൂലവുമാകുന്നത്. ഇന്ന് മീനം രാശിക്കാരുടെ അനുഭവം എന്തെന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് മീനം രാശിക്കാർക്ക് സർവേശ്വര കാരകനായ വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ വ്യാഴത്തിന് 2 ധർമ്മമാണ്. ഒന്ന്, മീനം രാശിയുടെ ആധിപത്യം 1-ാം ഭാവാധിപനാണ്. മറ്റൊന്നോ 10-ാം ഭാവാധിപൻ. ഈ 2 ഭാവങ്ങളുടെ ആധിപത്യം വ്യാഴം വഹിച്ചിട്ട് അദ്ദേഹം നിൽക്കുന്നത് എവിടെയാണ്? 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. എന്താണ് 3-ാം ഭാവം? ധൈര്യം, വീര്യം ച ദുർബുദ്ധിർ, സഹോദര പരാക്രമവും ദക്ഷകർണ സഹായൗ ച ചിന്തനീയ സ്ത്രീയത. അപ്പം ധൈര്യം, വീര്യം, സഹോദരങ്ങൾ, ദക്ഷകർണ, വലത്തെ ചെവി, ഇതെല്ലാം ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 3-ാം ഭാവം. 3-ാം ഭാവം യഥാർത്ഥത്തിൽ ശുഭഗ്രഹങ്ങൾക്ക് അനുകൂലമായ ഭാവമല്ല. 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ ഒരു ഫലം കൃപണഹ എന്നാണ്. കൃപണഹ എന്ന വാക്കിന് ജ്യോതിഷത്തിൽ നല്ല ഒരു അർത്ഥമല്ല. പിന്നെ വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭവേത് യസ്യ ദുസ്യൽക്കഗോ ദേവമന്ത്രി ലഘൂനാൻ ലഘീയാൻ സുഖ സോദരാണാം കൃതജ്ഞോ ഭവേത് മിത്രസാർത്ഥേ ന മൈത്രി ലലാടോദേയെ പ്യർത്ഥലാഭോ ന തദ്വൽ. ദേവമന്ത്രിയായ വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ലഘൂനാം ലഘീയാൻ, തൻ്റെ പേഴ്സണാലിറ്റി നിസ്സാരമാവുന്നു, അല്പത്തിൽ നിന്നും അല്പമായി മാറുന്നു. അപ്പോൾ തനിക്ക് വ്യക്തിത്വം നശിക്കുന്ന ഒരു സ്ഥലത്തും ഈ സമയത്ത് മീനം രാശിക്കാർ പോവാൻ പാടില്ല. തൻ്റെ സഹോദരങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നു, അവരുടെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു മീനം രാശിക്കാർ. കൃതജ്ഞ, പലപ്പോഴും മറ്റുള്ളവർ ഉപകാരം ചെയ്താൽ അത് സ്മരിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല, മറന്നു പോകുന്നു തങ്ങളുടെ പ്രയാസങ്ങൾ കാരണം. മിത്രസാർത്ഥേ ന മൈത്രി, സുഹൃത്തുക്കളുമായിട്ടുള്ള മൈത്രി, സൗഹൃദം അത്ര ഗുണകരമായിരിക്കില്ല. ലലാടോദേയെ പ്യർത്ഥലാഭോ ന തദ്വൽ, നെറ്റിത്തടത്തിന് നേരെ ഭാഗ്യം വന്നാലും അത് അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമാക്കുന്നു 3-ൽ നിൽക്കുന്ന ഈ വ്യാഴം. അതുകൊണ്ട് വളരെയധികം തൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളിൽ തടസ്സങ്ങൾ വരും, നിരോധനം വരും, അജ്ഞാതവാസം, ദേശം വിട്ട് മാറേണ്ടി വരും, ഭയമുണ്ടാകും, ഇതര ക്രിയാഭിഗമനം ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് മാറി മറ്റ് കർമ്മമേഖലയിലേക്ക് മാറിപ്പോകേണ്ടി വരും, സ്ഥാനചലനം സംഭവിക്കും, ആപത്തുകൾ ഉണ്ടാകും. ജാഗ്രത പാലിക്കുക. പിന്നെ വ്യാഴത്തിൻ്റെ മറ്റൊരു ധർമ്മം 10-ാം ഭാവാധിപൻ്റെ ധർമ്മമാണ്. 10-ാം ഭാവം എന്ന് വെച്ചാൽ ദേവാലയം, നഗരസഭകൾ, മാർഗാലയം, വഴി, സത്രങ്ങൾ, തൻ്റെ ജോലികൾ, തൻ്റെ ഭൃത്യന്മാർ, ആലംബനം, താൻ ആശ്രയിക്കുന്നവർ, ഇതൊക്കെ ചിന്തിക്കേണ്ടത് 10-ാം ഭാവം കൊണ്ടാണ്. ഈ ഭാവങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. യദ്യത് കർമ്മ കരോതി തത്തത് അഫലം സ്യാത്, ഏത് കർമ്മം ചെയ്താലും തത്തത് അഫലം, അതിന് ഫലം വളരെ കുറയുന്നതാണ്. മാനഭംഗം, തൻ്റെ അഭിമാനത്തിന് ഭംഗം വരുന്നതാണ്. നഭോഭാവേ ദുർഗുണതാം പ്രവാസം അശുഭം, 10-ാം ഭാവത്തിൽ നഭസ് എന്ന് വെച്ചാൽ ആകാശം, 10-ാം ഭാവം. ദുർഗുണതാം, ദുർഗുണങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ശുക്രക്ഷേത്രത്തിലെ വ്യാഴമാണ്. അപ്പം തൻ്റെ ഗുണങ്ങൾക്ക് പേരുദോഷം, സദ്ഗുണനായ വ്യക്തിക്ക് ദുർഗുണത വരുന്നു, പേരുദോഷം വരുന്നു. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളുമൊക്കെ ഇവിടെ വളരെ ശ്രദ്ധിക്കണം. പ്രവാസം, ദേശം വിട്ടു പോകേണ്ടുന്ന അവസ്ഥ വരുന്നു. അശുഭതാം, എല്ലാം ശുഭത്വം മാറി അശുഭത്തെ വ്യാഴം പ്രദാനം ചെയ്യുന്നു.
ദുർവൃത്തിമാപന്നതാം, ദുഷ്കർമ്മങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു ഈ 3-ലെ വ്യാഴം. അതുകൊണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരു വർഷം ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കണം. അടുത്ത മെയ് 15 ഈ വ്യാഴം 4-ാം ഭാവത്തിലേക്കും അതിനുശേഷം 5-ാം ഭാവത്തിലേക്കും വരുന്നത് വളരെ ഗുണകരമാണ്. കാത്തിരിക്കണം. കാരണം നിങ്ങൾക്ക് 7.5 ശനിയുള്ള സമയമാണ്. ശനി 12-ൽ നിൽക്കുന്നു. ഈ വ്യാഴത്തെയും ശനിയെയും നിങ്ങൾ പ്രീതിപ്പെടുത്തണം. എങ്ങനെ പ്രീതിപ്പെടുത്തും? ഏറ്റവും നല്ല ഉപായം ഹനുമാനും ശ്രീരാമസ്വാമിയും അല്ലെങ്കിൽ ഹനുമാനും വിഷ്ണുവുമുള്ള അമ്പലങ്ങൾ ദർശിക്കുന്നതാണ്. ഹനുമാന് അവൽ നിവേദ്യം ചെയ്യുക, ദോഷങ്ങൾ മാറാൻ ഗദ ഒപ്പിക്കുക, മഹാവിഷ്ണുവിന് അല്ലെ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസവും പുഷ്പാഞ്ജലിയും ചെയ്യുക. വ്യാഴം ശനി ദിനങ്ങളിൽ വിഷ്ണു ക്ഷേത്ര അല്ലെങ്കിൽ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക, മേൽപ്പറഞ്ഞ ദേവതകളെ ആരാധിക്കുക. ഈ ഒരു വർഷം നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനും ഗായകൻ NG ശ്രീകുമാറിനുമൊക്കെ അനുകൂലമായ ഒരു വർഷമാകാൻ സാധ്യതയില്ല. കാരണം രണ്ടുപേരും രേവതി നക്ഷത്ര ജാതന്മാരാണ്. നമുക്ക് മോഹൻലാലിൻ്റെ ജാതകവുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ ഡോക്ടർ മാരാർജി എത്തുന്നതാണ്. കാത്തിരിക്കുക. എല്ലാ മീനൻ രാശിക്കാർക്കും നന്മകൾ നേർന്നുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.